വിനോദസഞ്ചാരത്തിലെ എ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പദങ്ങൾ, അതായത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് പരിശോധിക്കാം. 5 essentials for success of a tourist destination. ഒരു വിനോദസഞ്ചാരത്തിന്റെ ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള പ്രവർത്തനത്തിന്, ചിട്ടയായ പ്രവർത്തനത്തിന് ആവശ്യമായ 5 കാര്യങ്ങൾ നമുക്ക് ഇവിടെ താഴെ നിന്ന് മനസ്സിലാക്കാം. So called 5 A's. First one is accessibility. Second one accommodation. Third one amenities. Fourth one activities, and the last one is attractions. ഈ 5 കാര്യങ്ങളാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഏറ്റവും അടിസ്ഥാനമായി ബേസിക് ആയി വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആക്സസിബിലിറ്റി, അക്കോമഡേഷൻ, അമ്യൂണിറ്റീസ്, ആക്ടിവിറ്റീസ് ആൻഡ് അട്രാക്ഷൻ. ഇവയെല്ലാം എ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആക്സസിബിലിറ്റി ഇൻ ടൂറിസം. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അവൈലബിൾ ടു എ ടൂറിസം ഡെസ്റ്റിനേഷൻ. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഏതെല്ലാം മോഡ്സ്, മെത്തേഡ്സ് ഉപയോഗിച്ച് ഒരു ടൂറിസ്റ്റിന് എത്തിച്ചേരാം എന്നുള്ളതിനെ നമുക്ക് ആക്സസിബിലിറ്റി എന്ന പദത്തിൽ പഠിക്കാം. മുൻപാഠങ്ങളിൽ നാം പഠിച്ച ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൈ റോഡോ, ബൈ എയറോ, ബൈ വാട്ടറോ, അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ നമുക്കൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് അമ്യൂണിറ്റി. Amenities are the different facilities offered to tourists. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ലഭ്യമാകുന്ന കൂടുതലായിട്ടുള്ള സേവനങ്ങളെ, സൗകര്യങ്ങളെ അല്ലെങ്കിൽ അഡീഷണൽ ഫെസിലിറ്റീസിനെ നമുക്ക് അമ്യൂണിറ്റീസ് എന്ന് വിശേഷിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർ ഹോട്ടൽ, അക്കോമഡേഷനിലെ സ്റ്റാർ ഹോട്ടൽ. സാധാരണ ഒരു ഹോട്ടലിൽ നമുക്ക് അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ, എന്നാൽ അമ്യൂണിറ്റി എന്ന് പറയുന്നത് അഡീഷണൽ ആയി അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, സേവനങ്ങളെ നമുക്ക് ഈ പദം കൊണ്ട് ഉപയോഗിക്കാം. അടുത്തതാണ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ റെഫേഴ്സ് ടു ദി ഫുഡ് ആൻഡ് ലോഡ്ജിംഗ് ഇൻ ടൂറിസം ഡെസ്റ്റിനേഷൻസ്. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അയാൾക്ക് ആവശ്യമായ ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ലഭ്യമാണെങ്കിൽ ആ സൗകര്യത്തെ, ആ എസെൻഷ്യാലിറ്റിയെ നമുക്ക് അക്കോമഡേഷൻ എന്ന പദം കൊണ്ട് ഉപയോഗിക്കാം. ഹോട്ടൽസ്, റെസ്റ്റോറന്റ് എല്ലാം ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആണ്. എവിടെ ടൂറിസ്റ്റ് താമസിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് അട്രാക്ഷൻ, കാഴ്ച. refers to the elements which tourists want to see and enjoy, natural as well as man-made features. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന സംഗതികളെ നമുക്ക് ഒറ്റ വാക്കിൽ അട്രാക്ഷൻ എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കാം. തീർച്ചയായിട്ടും അട്രാക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കാണാൻ വേണ്ടിയാണ് ഒരു വിനോദസഞ്ചാരി യാത്ര ചെയ്യുന്നത് തന്നെ. സോ നാച്ചുറലും മാൻമെയ്ഡും 2 തരത്തിൽ അട്രാക്ഷൻസ് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. The other one is activity. Refers to the various activities which can be done by a tourist at the destination as a part of his visit. താൻ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അയാൾക്ക് ഏർപ്പെടാൻ സാധിക്കുന്ന കാര്യങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ആക്ടിവിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കാം. തീർച്ചയായും ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഷോപ്പിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ അയാൾ കാഴ്ച കാണാൻ പോകുന്നു, അയാൾ അഡീഷണൽ ആയി അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ടൂറിസ്റ്റ് ചെയ്യുന്നു, അതിനെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ആക്ടിവിറ്റീസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കാം. നമുക്ക് ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിക് കൺസംഷൻ ഒക്കെ ചെയ്യാൻ തീർച്ചയായും പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ടൂറിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആക്ടിവിറ്റി എന്ന ഒറ്റ പദത്തിൽ വിശേഷിപ്പിക്കാം. ഈ പ്രസന്റേഷൻ കാണുവാൻ ഇത്രയും നേരം ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. നന്നായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.